പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബഡ്ജറ്റ് ഫിസിക്കൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ബഡ്ജറ്റിലൂടെയാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദ ടേം ബഡ്ജറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് ബുക്കറ്റ് വിച്ച് മീൻസ് എ ലെറ്റർ ബാഗ് ഓർ പേഴ്സ്. ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബുക്കറ്റിൽ നിന്നാണ് ഇത് വന്നത്. ഇതിൻ്റെ അർത്ഥമാക്കുന്നത് ലെതർ ബാഗ്, പേഴ്സ്, ഒരു ബാഗ് പിടിച്ചിട്ടാണല്ലോ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ പാർലമെൻറ്റിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദ ടേം ബഡ്ജറ്റ് ഈസ് കോമൺലി അണ്ടർസ്റ്റുഡ് ആസ് എ ഡോക്യുമെൻറ്റ് പ്രസൻറ്റഡ് ബൈ ഗവൺമെൻറ് കണ്ടെയ്നിങ് എൻ എസ്റ്റിമേറ്റ് ഓഫ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഗിവൺ പീരീഡ് ആൻഡ് പ്രപ്പോസർ മീൻസ് ഓഫ് ഫിനാൻസിങ് ദം ഫോർ ദ അപ്രൂവൽ ഓഫ് ലെജിസ്ലേഷൻ. ഇത് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇതിൽ കണ്ടെയ്നിങ് എൻ എസ്റ്റിമേറ്റ് ഓഫ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ, പ്രപ്പോസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ എസ്റ്റിമേറ്റ് ഒരു ഗിവൺ പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു വർഷത്തേക്കുള്ള ആൻഡ് പ്രപ്പോസ്ഡ് മീൻസ് ഓഫ് ഫിനാൻസിങ് ദം ഫോർ ദ അപ്രൂവൽ ഓഫ് ലെജിസ്ലേഷൻ. അതിനുള്ള ഫിനാൻസ് എവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ലെജിസ്ലേഷന് മുന്നിൽ അപ്രൂവലിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. The budget is presented in the parliament by Union Finance Minister. Similarly, the state governments have also to present the budget in the state legislatures as per Article 202 of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 202 ആർട്ടിക്കിൾ പ്രകാരം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിലും സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് 3 തരം അക്കൗണ്ടാണുള്ളത്. ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് പറഞ്ഞാൽ ആൾ സംസ് ഓഫ് മണി, ആൾ റവന്യൂസ് ഓഫ് ദ ഗവൺമെൻറ്, ദ ലോൺസ് റൈസ്ഡ് ബൈ ഇറ്റ്, റെസിപ്റ്റ് ബൈ വേ ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. എല്ലാ ഫണ്ടും ഇൻക്ലൂഡ് ചെയ്തതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ സാങ്ഷൻ ഇല്ലാതെ അതിൽ നിന്നൊരു ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തേത് കണ്ടിജൻസി ഫണ്ട്. The fund is placed at the disposal of the president to enable the government to meet unforeseen emergency. Unforeseen emergency ഉണ്ടാകുന്ന സമയത്ത് പ്രസിഡൻറ്റിൻ്റെ ഡിസ്പോസലോട് കൂടി എടുക്കാനുള്ള ഫണ്ടിനെയാണ് എന്ത് പറയുക? കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ദ പ്രിയർ സാങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു സ്പെൻഡ് ഫ്രം ദ ഫണ്ട്. ഇതിന് പ്രിയർ സാങ്ഷൻ ആവശ്യമില്ല. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പാർലമെൻറ്റിന് മുന്നിൽ ഇത് അവതരിപ്പിക്കണം. പബ്ലിക് അക്കൗണ്ട്. certain ട്രാൻസാക്ഷൻ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടിജൻസി ഫണ്ട്. കണ്ടിജൻസി ഫണ്ടിൽ ഉൾപ്പെടാത്ത ട്രാൻസാക്ഷൻ ദ ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, സ്മോൾ സേവിംഗ് കളക്ഷൻ, അതർ ഡെപ്പോസിറ്റ്. ദ മണി ദസ് റിസീവ്ഡ് ഈസ് കെപ്റ്റ് ഇൻ പബ്ലിക് അക്കൗണ്ട്. ഇങ്ങനെ PF സ്മോൾ സേവിംഗ് കളക്ഷനിലൂടെയൊക്കെ ലഭിക്കുന്നത് പബ്ലിക് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. ദിസ് മണി ഡസ് നോട്ട് ബിലോങ് ടു ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിൽ ബിലോങ് ചെയ്യുന്ന മണിയല്ല. ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ്. ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റവന്യൂ ആൻഡ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ. അടുത്തൊരു വർഷത്തെ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂടെയും പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് സാങ്ഷൻഡ് ബൈ സം അതോറിറ്റി. ഇത് സം അതോറിറ്റി, അതിനെ അതോറിറ്റി എന്ത് ചെയ്യണം? സാങ്ഷൻ ചെയ്യണം. ഇറ്റ് ഈസ് പീരിയോഡിക്കലി, ഒന്നെങ്കിൽ ആനുവൽ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. പീരിയോഡിക്കലി എന്ന് പറയുമ്പോൾ ഒരു പീരിയഡ് ബേസിലായി. ഇറ്റ് പ്രിസ്ക്രൈബ്സ് ദ മാനർ ഇൻ വിച്ച് റവന്യൂസ് കളക്റ്റഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ്. എത്രയാണ് റവന്യൂ കളക്ട് ചെയ്തത്, അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ. ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ, ഇതൊരു റിയലിസ്റ്റിക് എസ്റ്റിമേഷൻ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്റ്. നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സിൻ്റെ റീഅലോക്കേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് റിസോഴ്സ് സ്റ്റെബിലൈസ് ചെയ്യുക. ഓക്കെ. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക് ഓഫ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റി, അതുപോലെ തന്നെ പ്രസൻറ്റ് ആക്ടിവിറ്റീൻ്റെയും പാസ്റ്റ് ആക്ടിവിറ്റീൻ്റെയും ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ്റെ സോഴ്സാണ് പബ്ലിക്കിനുള്ള. ടൂൾ ഓഫ് ഗവൺമെൻറ് പോളിസി എന്താണെന്ന് അറിയിക്കുന്നൊരു ടൂളും കൂടിയാണ്. ടു എസ്റ്റിമേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. രാജ്യത്തിൻ്റെ ഇൻകം എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഫിസിക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെൻ്റാണ്. ബേസിസ് ഓഫ് പബ്ലിക് വെൽഫെയറിൻ്റെ ബേസിസ് ഇതാണ്. ടു എൻഷുർ ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അക്കൗണ്ടബിലിറ്റി. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ലീഗൽ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നത്. ടു സേവ് ആസ് എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കൺട്രോളിങ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. കോമ്പണൻസ് ഓഫ് ബഡ്ജറ്റ്. ഇത് റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. ആദ്യം റവന്യൂ ബഡ്ജറ്റ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് വിച്ച് ആർ ഓഫ് റിക്വയറിംഗ് നേച്ചർ. ഇത് കറൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുക റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുക. റവന്യൂ ബഡ്ജറ്റ് കൺസിസ്റ്റ് ഓഫ് ദ റവന്യൂ റെസിപ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഈസ് മെറ്റ് ഫ്രം ദിസ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ഓഫ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിന് എത്ര എക്സ്പെൻഡിച്ചറാണ് അതിനാവശ്യമുള്ളത്. റവന്യൂ അക്കൗണ്ട് ഡീൽസ് വിത്ത് ടാക്സസ്, ഡ്യൂട്ടീസ്, ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റീസ്, റവന്യൂ ഫ്രം ഗവൺമെൻറ് എസ്റ്റേറ്റ്, റെസിപ്റ്റ് ഫ്രം ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ കൺസേൺ. ഈ രീതിയിലുള്ളതൊക്കെയാണ് എന്ത് റവന്യൂ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത്.
Capital account is related to the acquisition and disposal of capital asset. Capital asset acquisition disposal relate ചെയ്യുന്നതാണ് capital account. Capital budget is a statement estimated capital receipt and payment of the government over fiscal year. Capital receipt borrowing ഉണ്ട്, recovery of loan ഉണ്ട്, ആൻഡ് അഡ്വാൻസസ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പബ്ലിക് എൻ്റർപ്രൈസസിൽ ഗവൺമെൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിൽ നിന്ന് പിന്മാറുമ്പോൾ കിട്ടുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന പണം, സ്മോൾ സേവിങ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഉൾക്കൊള്ളുന്ന ഡെവലപ്മെൻറ്റ് ഔട്ട്ലെ, നോൺ ഡെവലപ്മെൻറ്റ് ഔട്ട്ലെ, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡിസ്ചാർജ് ഓഫ് ഡെപ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ബഡ്ജറ്റിംഗ്, ഒരു ബഡ്ജറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ആനുവാലിറ്റി, ഒരു ആനുവാലിറ്റി വേണം. റൂൾ ഓഫ് ലാപ്സ്, അത് ഒരു വർഷം ഇന്ന രൂപ ചിലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ ആ പണം പിന്നെ എടുക്കാൻ പറ്റില്ല, അത് പിന്നെ വീണ്ടും തിരിച്ച് അതിൻ്റെ വീണ്ടും അടുത്തൊരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് കൊണ്ടുവരണം. ഫിസിക്കൽ ഡിസിപ്ലിൻ കൈവരിക്കണം. ഇൻക്ലൂസീവ്നെസ് ആയിരിക്കണം, എല്ലാവരിലേക്കും ഉള്ളതാണ്. അക്യുറസി ആയിരിക്കണം. ട്രാൻസ്പെറൻസി ആയിരിക്കണം. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുന്നതിനെ എന്ത് പറയുക, ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കാം, ചിലപ്പോൾ ഡെഫിസിറ്റ് ആയിരിക്കാം. അത് റവന്യൂവും എക്സ്പെൻഡിച്ചറും സെയിം ആകണമെന്നില്ല. സർപ്ലസ് എന്ന് പറയുന്നത് റവന്യൂ കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമായിരിക്കും. റവന്യൂ എക്സീഡ് പബ്ലിക് ഔട്ട്ലേ. എന്നാൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എക്സീഡ് റവന്യൂവിനെക്കാട്ടി കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉള്ളതിനെ എന്ത് പറയുക, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ബഡ്ജറ്റ് ഇൻ വിച്ച് ഓൾ എക്സ്പെൻസ് ഓഫ് ഈച്ച് ന്യൂ പീരിയഡ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ്. എല്ലാം ഒരു ന്യൂ പീരിയഡിലായിരിക്കും ജസ്റ്റിഫൈ ചെയ്യുന്നത്. നോ റെഫറൻസ് വാസ് കൺസിഡേർഡ് ഓഫ് പ്രീവിയസ് ഇയർ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇറ്റ് ഹാസ് ടു ബി കമൻസ്മെൻറ്റ് ഫ്രം ദ സീറോ ബേസ്, അതിന് സീറോ ബേസ് ഉണ്ടായിരിക്കും. ദിസ് കൺസെപ്റ്റ് വാസ് അഡ്വക്കേറ്റഡ് ഇൻ 1924 ബൈ ബ്രിട്ടീഷ് ബഡ്ജറ്റ് അതോറിറ്റി എഡ്വാർഡ് ഹിൽട്ടൺ എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ത്യ ഗവൺമെൻറ് അഡോപ്റ്റ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഇൻ 1986, 1956 ഇന്ത്യ ഗവൺമെൻറ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സീറോ ബേസ് ആയിരിക്കും. ഇറ്റ് നെവർ യൂസ് ലാസ്റ്റ് ഇയർ എമൗണ്ട് ഇത് യൂസ് ചെയ്യില്ല. ഇറ്റ് ഫോക്കസ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്, ഇത് പ്രോഗ്രാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ബെസ്റ്റ് സ്യൂട്ടഡ് ഡിസ്ക്രിഷണറി കോസ്റ്റ്, ഡിസിഷൻ പാക്കേജ്, കോസ്റ്റ് എഫക്റ്റീവാണ്. ബോട്ടം അപ്പ് അപ്രോച്ചാണ്. താഴെത്തട്ടിൽ നിന്ന് മേലോട്ട്. അക്കൗണ്ടബിലിറ്റി, ഇതിന് വളരെ നല്ലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സീറോ ബേസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുക. മുന്നത്തെ ഇതിൻ്റെ ബേസിലല്ല, ഓരോ വർഷവും ന്യൂ ബേസായിട്ട് എടുത്തിട്ടായിരിക്കും ഇതിൻ്റെ ഇതുണ്ടായിരിക്കാം, പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കാം. പ്രൊസീജിയേഴ്സ് ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഐഡൻറ്റിഫൈ ഡിസിഷൻ യൂണിറ്റ്. ആദ്യം ഡിസിഷൻ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇറ്റ് ഷുഡ് കാപ്പബിൾ ടു ക്യാരി ഔട്ട് ഡിഫറെൻറ്റ് പ്രോഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യും, അനലൈസ് ഈച്ച് ഡിസിഷൻ യൂണിറ്റ് അനലൈസ് ചെയ്യും. ഇവാലുവേറ്റ് ആൻഡ് റാങ്ക് ഈച്ച് യൂണിറ്റ്. എല്ലാ യൂണിറ്റ് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. പ്രിപ്പയർ ആൻഡ് ഡീറ്റെയിൽ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് റിഫ്ലക്റ്റിംഗ് ദോസ് ഡിസിഷൻ പാക്കേജ് അപ്രൂവ്ഡ് ഇൻ ദ ബഡ്ജറ്റ്. എന്ന് പറഞ്ഞാൽ ഓരോ ഡിസിഷൻ യൂണിറ്റ് എടുക്കും, ഓരോ ഗവൺമെൻറ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസിഷൻ യൂണിറ്റ് അനലൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ഇവാലുവേറ്റ് ചെയ്ത് അതിന് റാങ്ക് കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ. നീഡ് ഫോർ സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ലോ പ്രിയോറിറ്റി പ്രോഗ്രാം ക്യാൻ ബി അവോയ്ഡഡ്. ലോ പ്രിയോറിറ്റി പ്രോഗ്രാം എന്ത് ചെയ്യും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മറ്റേത് പറഞ്ഞാൽ റാങ്ക് ചെയ്തിട്ടാണ് അത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ റാങ്ക് ചെയ്യുമ്പോൾ ലോ പ്രിയോറിറ്റി എന്താ ഒഴിവാക്കാൻ സാധിക്കും. എഫക്റ്റീവ്നെസ് ഓഫ് പ്രോഗ്രാം ക്യാൻ ബി ഡ്രമാറ്റിക്കലി ഇംപ്രൂവ്ഡ്. എഫക്റ്റീവ്നെസ് ഓഫ് പ്രോഗ്രാം ഡ്രമാറ്റിക്കലി ഇംപ്രൂവ് ചെയ്യും. പ്രോഗ്രാംസ് ഓഫ് ഹൈ പ്രിയോറിറ്റി ക്യാൻ ഒബ്റ്റെയിൻ ഇൻക്രീസ്ഡ് ഫണ്ടിങ്. ഹൈ പ്രിയോറിറ്റി പ്രോഗ്രാമിന് ഇൻക്രീസ്ഡ് ഫണ്ട് ലഭിക്കും. ഗവൺമെൻറ് നീഡ് നോട്ട് ഇൻക്രീസ് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ക്യാൻ ഡു എ മോർ എഫക്റ്റീവ് ജോബ് വിത്ത് എക്സിസ്റ്റിംഗ് റവന്യൂ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എക്സിസ്റ്റിംഗ് റവന്യൂ ഉപയോഗിച്ച് എഫക്റ്റീവ് ഡ്യൂട്ടി ചെയ്യും. ബെനിഫിറ്റ് ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അൺബയാസ്ഡ്, ഹയർ മോട്ടിവേഷൻ, എഫക്റ്റീവ് പ്രൊസീജിയേഴ്സ്, ന്യൂ ഐഡിയാസ്, എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, പ്ലാനിംഗ് ടൂൾ. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ബ്യൂറോക്രാറ്റിക് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇൻകറക്റ്റ് അസംഷനാണ്. ട്രീത്ത് ഫെൽത്ത് ഓഫ് ബ്യൂറോക്രാറ്റ്സ്, ടു മച്ച് പേപ്പർ വർക്ക്. ഇതിന് ടു മച്ച് ഓരോ ഇതിൻ്റെയും വർക്ക് എടുത്ത് അത് അനലൈസ് ചെയ്ത് റാങ്ക് ഒക്കെ ചെയ്യാനുണ്ട്. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റാങ്ക് ദം. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് റാങ്ക് ചെയ്യാൻ ഇത് റിസ്ക് ആണ്. അടുത്ത പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ബഡ്ജറ്റിംഗ് ദാറ്റ് പ്രൊവൈഡ് ദ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ വിച്ച് ഫണ്ട് ആർ നീഡഡ്, കോസ്റ്റ് ഓഫ് പ്രോഗ്രാം, റിലേറ്റഡ് ആക്ടിവിറ്റി പ്രപ്പോസ്ഡ് ടു അക്കംപ്ലിഷ് ദോസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഔട്ട്പുട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓർ സർവീസ് ടു ബി റെൻഡേഡ് അണ്ടർ ഈച്ച് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ ഇത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഡ്ജറ്റിംഗ് ഉണ്ടാവുക. ഇതെന്ത് ചെയ്യും, ഓരോ പ്രോഗ്രാം ഓരോ പർപ്പസിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫണ്ട് എത്രയാണ് നീഡ്, അതിൻ്റെ കോസ്റ്റ് എത്ര, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ആക്ടിവിറ്റി പ്രപ്പോസ് ചെയ്യും. അതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയും അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ബഡ്ജറ്റിംഗ് ഉണ്ടായിരിക്കാം.
ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് റിഫോം, ബഡ്ജറ്റ് ക്ലാസിഫിക്കേഷൻ, ഫണ്ട് ആർ അലോക്കേറ്റഡ് ടു വേരിയസ് ഒബ്ജക്റ്റീവിനാണ് ഇത് ഫണ്ട് ഉണ്ടായിരിക്കുക. സ്പെൻഡിങ് ഏജൻസി മാനേജ് ലംസം അലോക്കേഷൻ സീക്കിംഗ് മോർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് വേ ഓഫ് അച്ചീവിംഗ് റിസൾട്ട്. പെർഫോമൻസ് മെഷർ ആൻഡ് റിപ്പോർട്ടിംഗ്. എന്നിട്ട് എന്ത് ചെയ്യണം? പെർഫോമൻസ് മെഷർ ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് ചെയ്യണം. ദിസ് പ്രൊവൈഡ് എ ചാനൽ ഫോർ പബ്ലിക് ഒഫീഷ്യൽ ടു റീച്ച് അഗ്രിമെൻറ്റ് ഓൺ പ്രോഗ്രാം ഗോൾസ് ആൻഡ് ഡിസ്കസ് ആൻഡ് കോംപ്രമൈസ് the selection of performance measure to deal with the question and concern. ഇതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് ഫോക്കസ്ഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പാരഡിഗം. ഓക്കെ, ഔട്ട്പുട്ട് ഫോക്കസ് ചെയ്യുന്ന പെർഫോമൻസ് മാനേജ്മെൻറ്റ് പാരഡിഗത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇൻഫോംഡ് ബഡ്ജറ്ററി ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ബ്രിങ്സ് മോർ എക്കണോമിക് വാല്യൂസ് ബഡ്ജറ്ററി ഡിസിഷൻ മേക്കിംഗ് മോർ വാല്യൂസ് എക്കണോമിക് വാല്യൂസ് നൽകുന്ന ആൻഡ് ഫോസ്റ്റേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ബേസ്ഡ് കൺസിഡറേഷൻ പ്രോസസ് ദാറ്റ് അസൈൻ സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ടു പെർഫോമൻസ് ഇൻഫർമേഷൻ, റിവാർഡ് ഗുഡ് പെർഫോമൻസ് വിത്ത് മാനേജർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. ഓക്കെ, ഇപ്പം പെർഫോം ചെയ്യുന്നവർക്ക് കൂടുതൽ ഫണ്ട് നൽകിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. പ്രോസസ് ഓഫ് ഡൂയിങ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, അത് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ഇൻഫോംഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ഡിറ്റർമൈൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, റീസൺ ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റും എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബഡ്ജറ്റ് ആക്ടേഴ്സ് ആൻഡ് വിത്ത് സിറ്റിസണും ബഡ്ജറ്റ് ആക്ടേഴ്സും തമ്മിൽ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇംപ്രൂവ്ഡ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഏജൻസിയിൽ ഇംപ്രൂവ്ഡ് മാനേജ്മെൻറ്റിൽ ഇംപ്രൂവ്ഡ് ബഡ്ജറ്ററി ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ് ചെയ്ത ബഡ്ജറ്ററി ഡിസിഷൻ മേക്കിംഗ്, ഹയർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഡെഫിസിറ്റിലെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് പറയുന്നത്. ഒന്ന് ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറവുള്ള അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. അടുത്ത റവന്യൂ ഡെഫിസിറ്റ് പറഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസിപ്റ്റിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറച്ചതാണെന്ത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. Effectiveness of revenue deficit minus grant for creation of capital asset. This was first introduced in India in the Union Budget 2009 to 10. Fiscal deficit എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് പ്ലസ് നോൺ ഡെപ്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്. നെറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാൽ എക്സസ് ഓഫ് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ദ ടോട്ടൽ ബഡ്ജറ്റ് റവന്യൂ എക്സ്ക്ലൂഡിംഗ് ബോറോയിങ് ഓർ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ് പ്ലസ് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ചതാണെന്ത് പ്രൈമറി ഡെഫിസിറ്റ്. ഇറ്റ് റിവീൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബേർഡൻസ് ഇൻ ഫ്യൂച്ചറിലുള്ള ബേർഡന് റിവീൽ ചെയ്യുന്നതാണ് ഇത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡെഫിസിറ്റ് ഫിനാൻസിങ് ആസ് എ പ്രാക്ടീസ് ബൈ ഗവൺമെൻറ് ഓഫ് സ്പെൻഡിങ് മോർ ദാൻ വാട്ട് ഇറ്റ് റിസീവ്സ് ആസ് റവന്യൂ. റവന്യൂവിനെക്കാട്ടി കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രൊസീജിയർ നടത്തുന്നതിനെ എന്ത് പറയുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ദസ് ഗവൺമെൻറ് ഈസ് സൈഡ് ടു ബി പ്രാക്ടീസിങ് ഡെഫിസിറ്റ് ഫിനാൻസ് വെൻ ഇറ്റ് സ്പെൻഡ് ഇൻ എക്സസ് ഓഫ് ഇസ് കറൻറ്റ് റവന്യൂയുടെ എക്സസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക. ദ ഗവൺമെൻറ് മേ കവർ ദ ഡെഫിസിറ്റ് എയ്തർ ബൈ റണ്ണിങ് ഡൗൺ അക്യുമുലേറ്റഡ് ബാലൻസ് or by borrowing from the banking system. Okay, budgetary procedure in India. Budgetary procedure ആണ് പറയുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബഡ്ജറ്റ്, എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്ററി പ്രൊസീജിയർ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ഇൻ പാർലമെൻറ്റ് ലേറ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി ഓഫ് എവറി ഇയർ. ആദ്യം ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ പുതിയ യൂണിയൻ ഗവൺമെൻറ് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യും? Administrative ministers and head of the respective department are supplied with skeleton form on which they are asked to prepare the estimate. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സും അതിൻ്റെ ഹെഡും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളും സപ്ലൈ ചെയ്യുക എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ട ഫണ്ട് എന്തൊക്കെയാണ് അവരുടെ പ്രോജക്റ്റ്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആക്ച്വൽ ഓഫ് ദ പ്രീവിയസ് ഇയറിൻ്റെ ആക്ച്വലി സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഫോർ ദ കറൻറ്റ് ഇയറിൻ്റെ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ്, ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ, ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. ഫൈനൽ ദ ഫിനാൻസ് മിനിസ്റ്ററി കൺസോൾട്ടേറ്റഡ് ഓൾ ദിസ് എസ്റ്റിമേറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സും ലഭിച്ചത് എന്ത് ചെയ്യും? ഫിനാൻസ് മിനിസ്റ്ററി എന്ത് ചെയ്യും? കൺസോൾട്ടേറ്റ് ചെയ്യും. പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ പ്രസൻറ്റ് ബിഫോർ ദ പാർലമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് പ്രിപ്പയർ ചെയ്യും പാർലമെൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രസൻറ്റേഷൻ ആണ് ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബഡ്ജറ്റ്. പ്രസൻറ്റേഷൻ ആണ് അടുത്ത ഘട്ടം. ആദ്യം എന്ത് ചെയ്യും? പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദ ബഡ്ജറ്റ് ഈസ് പ്രസൻറ്റഡ് ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ദ ലോക്സഭ ആൻഡ് ബൈ ജൂനിയർ മിനിസ്റ്റർ ഇൻ ദ രാജ്യസഭ. ലോകസഭയിൽ ഫിനാൻസ് മിനിസ്റ്റർ ഇത് പ്രസൻറ്റ് ചെയ്യും. ഫിനാൻസ് മിനിസ്റ്റർ മേക്ക് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് സ്പീച്ച് അറ്റ് ദ ടൈം ഓഫ് പ്രസൻറ്റിംഗ് ദ ബഡ്ജറ്റ് ബിഫോർ ലോകസഭ. എന്നിട്ട് എന്ത് ചെയ്യും? ജനറൽ ഡിസ്കഷൻ ഉണ്ടാവും.
ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ട് ബോത്ത് ഹൗസിലും ഇതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാകും. എന്നിട്ട് എന്തെങ്കിലും വോട്ടിംഗ് ഉണ്ടാവും. ആസ് സൂൺ ആസ് ദ ജനറൽ ഡിസ്കഷൻ ഓൺ ദ ബഡ്ജറ്റ് ഈസ് ഓവർ അലോങ് ദ റിപ്ലൈ ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ. ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഫിനാൻസ് മിനിസ്റ്റർ അതിന് മറുപടി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ ക്വസ്റ്റ്യൻ റൈസസ് ഓഫ് വോട്ടിംഗ് ഓൺ ദ ബഡ്ജറ്റ്. ലോക്സഭ സ്റ്റാർട്ട് എക്സാമിങ് ദ എസ്റ്റിമേറ്റ് ഓർ ദ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ് മിനിസ്റ്ററി വൈസ്. ആഫ്റ്റർ ദ ഡിസ്കഷൻ ഡിമാൻഡ് ഓഫ് ഈച്ച് മിനിസ്റ്ററി ആർ വോട്ടഡ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് പാസ്സാക്കണം. പാസിംഗ് ഓഫ് ദ അപ്രോപ്രിയേഷൻ ഓഫ് ബിൽ. നോ മണി ക്യാൻ ബി appropriated out of the consolidated fund except in accordance with the law, hence appropriation bill has to be passed by the parliament. പാർലമെൻറ്റിൽ പാസ്സാക്കി കൊണ്ടുവരുന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം ആയിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അത് അവിടെ പ്രസൻറ്റ് ചെയ്ത് അവിടെ പാസ്സാക്കി എടുക്കാത്തൊരു പണം പോലും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. പാസിംഗ് ദ ഫിനാൻസ് ബില്ല്. എന്നിട്ട് എന്ത് ചെയ്യും? ഫിനാൻസ് ബില്ല് ഈസ് പ്രസൻറ്റഡ് ബിഫോർ ദ പാർലമെൻറ്റ് ആഫ്റ്റർ പാസിംഗ് ദ മണി ബില്ല്. മണി ബില്ല് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം പാസ് ചെയ്തതിന് ശേഷം ഫിനാൻസ് ബില്ല് പാസ് ചെയ്യും. ദ ഫിനാൻസ് ബില്ല് വെൻ പാസ്ഡ് ബിക്കംസ് ആക്ട്. ഫിനാൻസ് ബില്ല് പാസ് ചെയ്യുന്നതോടുകൂടി അത് ആക്റ്റായി. വിച്ച് ഓതറൈസ് ദ ഗവൺമെൻറ് ടു കളക്ട് ദ റിക്വയർഡ് മണി ത്രൂ ടാക്സേഷൻ ഓർ ദ പ്രൊവിഷൻ ദാറ്റ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ ബഡ്ജറ്റ്. അത് പാസ്സാകുന്നതോടുകൂടി പുതിയ ടാക്സേഷൻ പുതിയ റൂളും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്. പിന്നെ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് എക്സിക്യൂഷൻ. ദ റെസ്പോൺസിബിലിറ്റി ടു എക്സിക്യൂട്ട് ദ ബഡ്ജറ്റ് ലൈസ് വിത്ത് റെസ്പെക്റ്റീവ് ഗവൺമെൻറ്. ദ എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് ഹാസ് 3 ആസ്പെക്ട്. ഒന്ന് കളക്ഷൻ ഓഫ് റവന്യൂ, പ്രോപ്പർ കസ്റ്റഡി ഓഫ് കളക്റ്റഡ് ഫണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ് ടു ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യണം. അതെന്ത് ചെയ്യണം? പ്രോപ്പർ കസ്റ്റഡി വലി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ് ടു ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്. ഇന്ത്യയിലെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 266 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ആൾ റവന്യൂ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ലോൺസ് റൈസ്ഡ് ബൈ ഇറ്റ് ആൻഡ് ആൾ മണി റിസീവ്ഡ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഫ്രം വൺ കൺസോളിഡേറ്റഡ് ഫണ്ട് കാൾഡ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. പിന്നെ കണ്ടിജൻസി ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അൺഫോർസീൻ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് മണി ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ആൾ ഫണ്ട് ഏൺഡ് ത്രൂ ഇല്ലീഗൽ ആക്ടിവിറ്റി. ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ ഏൺ ചെയ്ത ഫണ്ടാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അതർവൈസ് ലീഗൽ ഇൻകം ദാറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഫോർ ടാക്സ് പർപ്പസ്. ടാക്സ് പർപ്പസിന് റെക്കോർഡ് ചെയ്യാത്തൊരു പണത്തെയാണ് പറയുക ബ്ലാക്ക് മണി. ഇറ്റ് ഈസ് ദ ക്യാഷ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് പ്രോപ്പർ അക്കൗണ്ടിങ്. പ്രോപ്പർ അക്കൗണ്ടിങ് ഇല്ലാത്ത ക്യാഷ് ട്രാൻസാക്ഷനാണ് ബ്ലാക്ക് മണി. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആർ ക്രൈം, കറപ്ഷൻ, സ്മഗ്ലിംഗ്, നോൺ കംപ്ലൈൻസ് വിത്ത് ടാക്സ് റിക്വയർമെൻറ്റ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ബ്ലാക്ക് മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.